മലപ്പുറം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച് കിഫ്ബി. അടിസ്ഥാന വികസനങ്ങൾക്കായി കോടികളാണ് ജില്ലയിൽ ചെലവഴിച്ചത്. ഗതാഗത, വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്നത്. ജില്ലയിൽ നിരവധി വികസന പദ്ധതികളാണ് ഇതിനോടകം തന്നെ കിഫ്ബി വഴി പൂർത്തിയാക്കിയത്. ഗതാഗത രംഗത്ത് നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. തീരദേശ ഹൈവേയുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യം പൂർത്തീകരിച്ച റീച്ച് താനൂർ നിയോജക മണ്ഡലത്തിലാണ്. മൂന്നാം റീച്ചിന് ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 30 കോടി രൂപയാണ് അനുവദിച്ചത്. തിരൂർ കടലുണ്ടി റോഡിന് 65 കോടി രൂപ അനുവദിച്ചു. താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാലത്തിന് 33.66 കോടി രൂപ അനുവദിച്ചു. തവനൂർ മണ്ഡലത്തിലെ എടപ്പാൾ ഫ്ളൈ ഓവറിന് 13.86 കോടി രൂപ അനുവദിച്ചു. നായർത്തോട് പാലത്തിന് 52 കോടി രൂപ അനുവദിച്ചു. പടിഞ്ഞാറക്കര ഉണ്യാൽ റോഡിന് 52.78 കോടി രൂപ അനുവദിച്ചു. 36.28 കോടി രൂപ ചിലവിലാണ് പൊന്നാനി കർമ്മ റോഡിന്റെയും നിള പാലത്തിന്റെയും നിർമ്മാണം നടന്നത്. നിള നദിക്ക് കരയോരത്ത് സൃഷ്ടിച്ച പാലത്തിന്റെയും ആ പുഴയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റോഡിന്റെയും അപ്രോച്ച് റോഡിന്റെയും പ്രവർത്തനം കർമ്മ റോഡ് അതിന് ബന്ധപ്പെട്ട നീളാപാലം, പാലത്തിന് നീളാപാലം എന്നാ പറയാ, മറ്റേത് കർമ്മ റോഡ് 36.28 കോടി രൂപയുടെ പണി കഴിച്ച് ഫലമായി അവിടെ ആകെ മാറ്റം വന്നു. 330 മീറ്റർ പാലവും ഏകദേശം 1.18 കിലോമീറ്ററിലെ അപ്രോച്ച് റോഡിന്റെയും നമുക്ക് അതിന്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 150 കോടി രൂപ ചിലവിലാണ് താനൂർ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾ നടപ്പാക്കുന്നതിലും സർക്കാർ ആശുപത്രികളുടെ വികസനത്തിലും കിഫ്ബി നിർണായക പങ്കുവഹിച്ചു. ജില്ലയിലെ തീരദേശ ടൂറിസം മേഖലകൾക്ക് പുത്തൻ ഉണർവേകുന്നതാണ് കിഫ്ബിയിലൂടെ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ. കർമ്മ റോഡിന്റെയും ആ നിള പാലത്തിന്റെയും പണി പൂർത്തീകരിച്ചോടെ തന്നെ അവിടെ വലിയ അതിന്റെ അടിത്തറവാകി ഒരു സംബന്ധിച്ചിടത്തോളം ഒന്നാമത് വരുന്നത്. ഇപ്പോ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനകത്ത് ഇവിടെ ഏകദേശം 1,200 കോടി രൂപയുടെ ടൂറിസം മോഡൽ പ്രൊജക്റ്റാണ് വന്നിട്ടുള്ളത്. 1,700 കോടി രൂപയുടെ പ്രൊജക്ടുകളാണ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്നിട്ടുള്ളത്. 2 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികളാണ്. വേറൊരു സ്ഥലത്തും ഇത്രയധികം വന്നിട്ടില്ല പദ്ധതികൾ. അതിൽ 200 കോടി രൂപ പ്രൊജക്ടുകളും വരുന്നത് ടൂറിസം മേഖലയ്ക്കകത്താണ്. അപ്പൊ ടൂറിസം മേഖലയിൽ ഞാൻ പറഞ്ഞില്ല, ഇവിടെ അനന്തമായ സാധ്യതയുള്ളത്. കടലും കായലും പുഴയും എല്ലാം വേറെ ഒരു സ്ഥലത്തില്ല, ഈ രൂപത്തിലേക്കില്ല. പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണ്. അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ വലിയ തോതിലേക്കുള്ള ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനായി നമ്മൾ മാറാൻ പോകാൻ പൊന്നാനി. ജില്ലയിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത മേഖലയിൽ സമഗ്രമായ വികസനമാണ് കിഫ്ബി വഴി നടപ്പാക്കിയത്. മീഡിയ 1 മലപ്പുറം.